എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ, ഡിസ്ചാർജ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ഇതാ ഇടത്തെ കൈ കുഴപ്പമില്ല കേട്ടോ, നീരൊക്കെ കുറഞ്ഞു എടുത്തിട്ടുണ്ട്. വലത്തെ കൈയുടെ ക്യാനിലുണ്ട്. അപ്പോൾ ഞാനിതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ റീസൺ ഒന്നും ആർക്കും അറിയില്ല. ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല എനിക്ക് പറയാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനൊന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ഒട്ടും പറയാൻ പറ്റണില്ല. കാരണം ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കണത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് ബാക്കിൽ. അപ്പോൾ എനിക്ക് അവിടെയാണെങ്കിൽ എനിക്ക് കിടന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോൺ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒട്ടും പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ ഫാനില്ലാണ്ട് ഒട്ടും ഇരിക്കാൻ പറ്റണില്ല റൂമിനകത്ത്. ഒന്നാമത് ഈ മെഡിസിൻസൊക്കെ എടുക്കുന്നതുകൊണ്ടേ നമുക്ക് ശരീരത്തിന് കുറച്ച് ചൂട് കൂടുതലും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പുറത്ത് ഭയങ്കര ബഹളമാണ്. അകത്ത് ഫാനും കൂടി ആകുമ്പോൾ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കിടന്നു കഴിഞ്ഞപ്പോഴേ നല്ലൊരു ആശ്വാസം. ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റണില്ല എനിക്ക്. പക്ഷേ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. വന്നതിനേക്കാളും ഒക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. വേദന ഇല്ലാതെ എനിക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേഴ്സണൽ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജ് നമ്മുടെ പോപ്പീസ് വേൾഡിലെ ദിവ്യ എനിക്ക് അയച്ചൊരു മെസ്സേജ്. ദിവ്യ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് പോയി കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത്, കുറേ പേര് എക്സ്റേ എടുത്തില്ലേ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, അങ്ങനെ പല പല കാരണങ്ങളാണ്. കാരണം ഞാൻ ആരോടും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് എക്സ്റേ മാത്രമല്ല കേട്ടോ, MRI എടുത്തു 2 പ്രാവശ്യം. സ്പൈനൽ കോഡിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത് തന്നെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ ഡോക്ടർ പറഞ്ഞത് എൻഡോക്രൈനോളജി ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാരണം എന്താ വെച്ചാൽ എനിക്ക് തൈറോയിഡിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതാണ്. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ കാൽസ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യാറുള്ളതാണ്. അതെല്ലാം നോർമലി തന്നെയാണ് കേട്ടോ പോകാറില്ലേ. പക്ഷേ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം T3 T4 TSHൽ T3യിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയണത് അങ്ങനെ തൈറോയ്ഡ് ഉള്ളവർക്ക് ഇതുപോലെ മസിൽ പെയിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അസഹനീയമായിട്ട് സഹിക്കാൻ പറ്റാത്ത പെയിനായിരിക്കും അവർക്ക് വരുന്നതെന്ന്. അതായത് നോർമലി വേദന അനുഭവിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് എന്തെങ്കിലും പെയിൻ വന്നാൽ വരിക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറയണത് എന്താ വെച്ചാൽ ചിലപ്പോൾ അതും ഒരു റീസൺ ആവാം. അതുകൊണ്ട് എൻഡോക്രൈനോളജി ഡോക്ടറെയും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്ത് ആ ഡോക്ടറുടെയും കൂടി എങ്ങനെയാണെന്ന് ആ ഡോക്ടർ പറയണതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇത്രയേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. കാരണം എനിക്ക് ശരിക്കും ഡിസ്കിൻ്റെ അവിടെ ചെറിയൊരു ബൾജിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും MRIയിൽ കാണുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇത്രയും വേദന വരേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറയണത്. അപ്പോൾ ഇപ്പോൾ 2 പ്രാവശ്യം MRI കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയും അങ്ങനെ വേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒരു MRI ചെയ്തിട്ട് ഒന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ തരുന്ന ഇഞ്ചക്ഷൻസും മെഡിസിനും എടുക്കുമ്പോഴേക്കും എനിക്ക് വേദന നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഡോക്ടർക്കും ഒരു ഡൗട്ട്. കാരണം പെട്ടെന്ന് വേദന ഒരു 5-6 അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് കുറയുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 മാസത്തിൻ്റെ ഇടയിൽ ആ ഒരു വേദന വന്നത്. അങ്ങനെ വരേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം നമ്മളങ്ങനെ ഒരുപാട് ജോലി ചെയ്യുകയോ വെയിറ്റ് എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഡോക്ടർക്കും ഒരു ഡൗട്ട്, ഇനിയിപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാവാം ഇങ്ങനെ വരുന്നതെന്ന്. പിന്നെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു 18 വയസ്സ് ആ ഒരു ഏജിലൊക്കെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിൻ്റെ പുറകിൽ വന്നിട്ടൊരു ലോറി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ബാക്കിൽ ശക്തിയായിട്ടുള്ളൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് MRI ഒന്നും എടുക്കുന്നില്ലല്ലോ. അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. എക്സ്റേയിൽ പ്രശ്നമൊന്നുമില്ല, ചെറിയ വേദന, കുറച്ച് ഗുളികകൾ തന്നു, മാറി. പക്ഷെ അതിനുശേഷം എനിക്കൊരിക്കൽ പോലും ഈ ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടേ ഇല്ല.
പക്ഷേ ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ അത് ഓർത്തെടുക്കുകയായിരുന്നു. ഇനി അന്നത്തെ ആ ഒരു ഈ വീഴ്ച തട്ടലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ വല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു ഭയമായിരുന്നു എനിക്ക്. അതൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തപ്പം അവിടെ വല്ല പൊട്ടലോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ, സ്പൈനൽ കോഡിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ അതൊന്നുമില്ല കേട്ടോ. അതൊക്കെ എന്താ പറയുക, ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ. ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ മസിൽ നല്ലോണം സ്ട്രോങ് ആക്കി എടുക്കണം എന്നാണ് പറഞ്ഞത് ഡോക്ടർ. മസിലിൻ്റെ വീക്ക് ഉണ്ട് അവിടെ. എന്താ വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ കുറേ നാളൊക്കെ ഇരുന്ന് ഈ ജോലി ചെയ്യുന്നവർ, ഇപ്പോഴും ഞാൻ എല്ലാവരോടും ഒന്ന് പറയുകയാണ്, ഇരുന്നൊക്കെ ജോലി ചെയ്യണവർ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇരിക്കരുത്. എനിക്കൊക്കെ പറ്റിയത് അങ്ങനെയാണ്. നമ്മൾ അപ്പം അതൊന്നും ശ്രദ്ധിക്കില്ല. സിസ്റ്റത്തിലൊക്കെ ഇരിക്കുമ്പോഴേ ആ ഒരു ഇരിപ്പ്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല, വളഞ്ഞും കുനിഞ്ഞും അങ്ങനെയൊക്കെയാണ് ഇരുന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിനും ഡിസ്കും അതുപോലെ തന്നെ ബാക്ക് ഡിസ്കിനൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. ഇപ്പോൾ എനിക്കങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതൊക്കെ ഒരു റീസൺ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരുമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഈ ലാപ്ടോപ്പൊക്കെ നമ്മൾ ബെഡിൽ വെച്ചിട്ട് കുനിഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി മാറിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഡോക്ടർ ഇങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നോർമലി നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യാം. ഈ വെയിറ്റ് എടുക്കാതിരിക്കുക മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ബെഡിൽ കിടക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെയിറ്റ് ഇടാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. അന്ന് പിന്നെ വെയിറ്റ് ഇടാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്. നാളെ മിക്കവാറും ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ഇല്ലല്ലോ, എൻഡോക്രൈനോളജി കണ്ടിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിനും പ്രാർത്ഥിച്ചതിനും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. പിന്നെന്താ, വീഡിയോസ് മെസ്സേജ് ഒന്നും ഞാൻ ആർക്കും റിപ്ലൈ തന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൈയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നീരൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. വീഡിയോസൊക്കെ പക്ഷേ ഞാൻ എല്ലാവരുടെയും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെറുതെ കിടക്കുകയല്ലേ റൂമിനകത്ത്, നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കാരണം കിടന്ന് കഴിയുമ്പോൾ എനിക്ക് പെയിനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വീഡിയോസൊക്കെ എല്ലാവരുടെയും ഇരുന്ന് കണ്ടു. പിന്നെന്താ, എൻ്റെ ഒരു ക്യാരക്ടർ, എനിക്ക് എത്ര വേദനയുണ്ടെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഞാൻ കാണിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി തന്നെ എല്ലാവരെയും ഫേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പിന്നെന്താ, ഒരുപാട് വേദന വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നാലും ആരും കാണാതെ വാതിലടച്ചിട്ട് കരഞ്ഞു തീർക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. എനിക്കിങ്ങനെ മൂടി ഫേസോടുകൂടി ആരുടെ മുമ്പിലും ഇഷ്ടമല്ലേ അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അറിയാം എൻ്റെ ക്യാരക്ടർ. എത്ര വിഷമം വന്നാലും എപ്പോഴും ഹാപ്പി ആയിട്ട് എൻ്റെ ഫേസ് ഇരിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്താ പറയുക, വേറെ വിശേഷമൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ പയ്യെ ഞാൻ ഇട്ട് തുടങ്ങും. എല്ലാവരും കാണണം. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.